KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദിനെ 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഈ മാസം 14-ന് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ഈ കേസ് ഇതിനു മുൻപും 23-ലും സമാനമായ കുറ്റകൃത്യം ഇയാൾ നടത്തിയതാണ്. അന്ന് വലിയ വിവാദങ്ങളുണ്ടായി. ഇയാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഇവിടെ ഒരു സംഘടന പോലും ഉണ്ടായി എന്നത് നാണക്കേടായി നിൽക്കുന്നു. അതിനിടയിലാണ് വീണ്ടും ഇയാൾ ഈ പ്രവൃത്തി ആവർത്തിക്കുന്നത്. ഈ കേസ് എപ്പോഴാണ് സംഭവം? എങ്ങനെ പോലീസ് ഇയാളെ പിടികൂടി? ഈ മാസം 14-ാം തീയതിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയത്. തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഉടനെ തന്നെ KSRTC ബസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ യുവതി ബസ്സിലെ കണ്ടക്ടറോട് പരാതി പറയുകയും ചെയ്തു. അങ്ങനെ കണ്ടക്ടർ പോലീസിൽ പരാതി നൽകാനായി പറയുകയായിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നു. ഈസ്റ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇയാൾ ഈ ബസ്സിൽ വെച്ച് യുവതിയോട് ഈ ലൈംഗികാതിക്രമം നടത്തിയ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇയാളെ പിടികൂടാനായി ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ അവിടെ നിന്നും ബസ്സിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതും. പൊള്ളാച്ചിയിൽ നിന്നാണ് പിന്നീട് ഇയാളെ പിടികൂടുന്നത്. ഇന്നലെ പിടികൂടിയ ശേഷം ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുൻപ് സമാനമായ ഒരു കേസാണ് 2023-ൽ ഇയാൾക്ക് എതിരെ ഉണ്ടായിരുന്നത്. സഹയാത്രികയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് അന്ന് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ആ യുവതിക്കെതിരെ വലിയ തോതിൽ ഈ ഒരു വിഭാഗം ആളുകൾ കടന്നാക്രമണം നടത്തുകയും പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതേ ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.